എന്തു പറ്റി നിനക്ക്? ഏയ് ഒന്നുമില്ലമ്മേ. കാത്തുന്നാ നേരത്തെ കിടന്നത്. 2-3 ദിവസമായിട്ട് അങ്ങനെയാ. ഇനി ഗുരുവായൂർ പോയിട്ട് വരുന്നവരെ അമ്മയ്ക്ക് ഇനി ആ ഒരു ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. പോയിട്ട് വന്നാലോ പിന്നെ ഒരാഴ്ചത്തേക്ക് ഇവിടെ ആർക്കും ചെവിതല കേൾക്കണ്ട. അമ്മയുടെ കണ്ണിൽ മാത്രം പെടുന്ന എന്തോരം വിശേഷങ്ങൾ ഉണ്ടാവും അവിടെ. കാത്തൂനെ ഏതായാലും ഒറ്റയ്ക്ക് വിടണ്ട, അമ്മയ്ക്കും കൂടെ പോയിക്കൂടെ? ഞാൻ പോയാ ഇവിടെ നിന്റെ കാര്യങ്ങൾ നോക്കാൻ ആരാ? ഇനിയിപ്പൊ കല്യാണത്തിന് മുമ്പ് നമുക്ക് 3 പേർക്കും കൂടി ഒന്ന് പോണം. അമ്മയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അസോസിയേഷൻകാർ എല്ലാവരും ഉണ്ട്. ആ നീ വന്നേ, വാ കഴിക്കാൻ എടുത്തു വെക്കാം, വാ. അമ്മേ, അയാൾ പിന്നെ വിളിച്ചായിരുന്നോ ബാഹുലേ? ഇന്നലെ വിളിച്ചതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നിശ്ചയത്തിന്റെ കാര്യവും പിന്നെന്താ സ്വർണ്ണം എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. എന്താ മോനെ? ഏയ്, ഞാൻ അയാളോട് ഒരു റിക്വസ്റ്റ് നടത്തിയാലോ എന്ന് ആലോചിക്കുക. എന്താ, ഈ ബന്ധം വേണ്ടാന്ന് വെക്കാനോ മറ്റോ ആണോ? അയ്യോ, അയാള് സമ്മതിക്കുവോ? ബന്ധം വേണ്ടെന്ന് പറയാനല്ലമ്മേ, കല്യാണത്തിന് എനിക്ക് സമ്മതക്കുറവുമില്ല. ഇനി പറ്റില്ല എന്ന് പറയുന്നത് മര്യാദകേടല്ലേ? എന്നാലും കുറച്ച് നാളത്തേക്കെങ്കിലും ഈ നിശ്ചയവും കല്യാണമൊക്കെ ഒന്ന് മാറ്റി വെച്ചിരുന്നെങ്കിൽ അതൊരു ഉപകാരമായിരുന്നേ. എനിക്ക് മാനസികപരമായിട്ടൊന്ന് തയ്യാറെടുക്കാമായിരുന്നു. അതിന് ഇനി അയാൾ സമ്മതിക്കുമോ മോനെ? നിശ്ചയത്തിന് ഇനി അധിക ദിവസമൊന്നും ഇല്ലല്ലോ. മാത്രമല്ല, എന്ത് കാരണം പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ നീട്ടിവെക്കണമെന്ന് പറയുന്നേ? എല്ലാം നമ്മൾ സമ്മതിച്ചിട്ട് നമ്മുടെ കൂട്ടല്ലല്ലോ ബാഹുലേന്റെ അവസ്ഥ. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ടാവില്ലേ അവർക്ക്? അവരെയൊക്കെ ക്ഷണിച്ചിട്ട് അവസാന നിമിഷം ചടങ്ങ് മാറ്റിവെക്കുന്നു എന്ന് പറയേണ്ടി വന്നാ അവരുടെ മുന്നിൽ അത് അയാൾക്കൊരു ക്ഷീണമാവും മോനെ. നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാടാ. നിശ്ചയം തീരുമാനിച്ച പോലെ നടക്കട്ടെ. വേണമെങ്കിൽ കല്യാണത്തിന് ഒരു 3-4 മാസത്തെ സാവകാശം ചോദിക്കാം. നിനക്ക് വല്ല യാത്രയോ ട്രെയിനിങ്ങോ എന്തെങ്കിലും ഉണ്ടെന്ന് പറയാം. പക്ഷേ അയാൾക്ക് എന്തെങ്കിലും സംശയം തോന്നുമെന്ന എന്റെ പേടി. ഇപ്പൊ തന്നെ നിന്റെ കാര്യത്തിൽ അയാൾക്ക് എന്തൊക്കെയോ ടെൻഷനോ പേടിയോ ഉള്ളതുപോലെയൊക്കെയാ സംസാരിക്കുന്നത്. സാരമില്ലമ്മേ, ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞേ ഉള്ളൂ. നടക്കില്ലെന്ന് എനിക്ക് അപ്പോഴേ അറിയാം. എങ്കിലും ഒരു സമാധാനത്തിന് അമ്മയോട് ചോദിച്ചെന്നേ ഉള്ളൂ. ശരിയാ, അയാളോട് ഇനി ഇത് നീട്ടിവെക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ അത് അയാൾക്ക് സംശയമാവും. വേണ്ടമ്മേ, ഒന്നും വേണ്ട. എല്ലാം നിശ്ചയിച്ചതുപോലെ തന്നെ നടക്കട്ടെ. ഹലോ. ഹലോ ശങ്കർ, ഞാനാടോ. ആ, മനസ്സിലായി സാറേ. എന്താ സാറേ വിളിച്ചത്? നാളത്തെ കാര്യം മറന്നിട്ടില്ലല്ലോ അല്ലേ? ഇല്ലില്ല, എനിക്ക് ഓർമ്മയുണ്ട് സാർ. കേസിന്റെ വിധി പറയുന്ന ദിവസമല്ലേ? രാവിലെ 2 പേരും കോടതിയിൽ ഉണ്ടാവുമല്ലോ അല്ലേ? 11 മണിക്കാണ് സിറ്റിംഗ്. സാർ, ആ കുട്ടി സാർ ആ കുട്ടിക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ്, അത് സാരമില്ല. താനുണ്ടാവില്ലേ? തിരക്കാണെങ്കിൽ അതും നിർബന്ധമില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലല്ല, ഞാനെത്തും സാർ. സാർ, വിധി നമുക്ക് അനുകൂലമായിരിക്കുമല്ലോ അല്ലേ? എന്താ, തനിക്ക് ടെൻഷൻ ഉണ്ടോ? ഒന്നുമില്ലടോ, ഒക്കെ ശരിയാവും. ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ്. അതല്ല സാർ, ആ കുട്ടിയുടെ കാര്യമായതുകൊണ്ടാ എനിക്കിത്രയും ടെൻഷൻ. പിന്നെ സാറ് കോൺഫിഡൻ്റ് ആണെങ്കിൽ ഞാൻ ഓക്കെയാ. ഓക്കെ സാർ, ഞാൻ രാവിലെ എത്താം. ഓക്കെ, ഗുഡ് നൈറ്റ് സാർ. ആരാടാ മോനെ വിളിച്ചത്? വക്കീലമ്മേ, നാളെ ഒരു കേസിന്റെ വിധി വരാനുണ്ട്. ജയിക്കാൻ വേണ്ടി അമ്മയും കൂടെ മനസ്സിരുത്തി ഒന്ന് പ്രാർത്ഥിക്കണം. കേസോ? ആരുടെ കേസിന്റെ കാര്യം നീ പറയുന്നേ? ഏത് കുട്ടിയാ? ഞാൻ അമ്മയോട് ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അവളുടെ കാര്യ. നാളത്തെ ആ കേസിൽ വിധി അവൾക്ക് അനുകൂലമായ അവളെ രക്ഷപ്പെടും അമ്മേ. ഇപ്പോഴത്തെ അവളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ പരിഹാരമാവുകയും ചെയ്യും. എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാവുമ്പോൾ അവളെ ഉപേക്ഷിച്ചിട്ട് പോയി എന്നൊരു കുറ്റബോധം എനിക്ക് തോന്നരുതല്ലോ. ഈ കേസ് അനുകൂലമായാലും അവളെ രക്ഷപ്പെടും.
അങ്ങനെ ഒരു സമാധാനമെങ്കിലും എനിക്ക് കിട്ടില്ല അമ്മേ. അതുകൊണ്ട് അമ്മ പ്രാർത്ഥിക്കണം. എന്റെ അമ്മ പ്രാർത്ഥിച്ചത് നടക്കുമെന്ന് എനിക്ക് ഉറപ്പാ. ഈ അവസ്ഥയിൽ കുറച്ചു ദിവസം അവനോട് ഇവിടെ രാത്രി തങ്ങാൻ പറയായിരുന്നില്ലേ മോൾക്ക്? തനിച്ചാവുമ്പോ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ കൂടി വന്ന് ഉള്ള സമാധാനം കൂടി പോകും. ദേ, നാളെ മുതല് അവനോട് കുറച്ചു ദിവസം ലീവ് എടുക്കാൻ പറ. കൂട്ടിന് കൂടെ ആളുള്ളപ്പോ നമുക്കൊരു തഞ്ചോ തണുപ്പോ ഒക്കെ കിട്ടുമെന്നേ. അത് ശരിയാവില്ല ആന്റി. ശങ്കറിന് ഒരു തരത്തിലും ലീവ് കിട്ടില്ല. അത്രയ്ക്ക് വർക്ക് പെൻഡിംഗ് ഉണ്ട്. പോകുന്നില്ലെന്ന് ശങ്കർ പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ചു വിട്ടതാ. ആ, ഒരു കണക്കിന് അതും നല്ലതാ. മെനക്കെട്ട് ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? പിന്നെ നിന്റെ സങ്കടവും കരച്ചിലും ഒക്കെ കണ്ട് അവന്റെ മനസ്സുകൂടി കലങ്ങുന്നല്ലേ ഉള്ളൂ. ജോലി സ്ഥലത്താവുമ്പോ ആരോടെങ്കിലും മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാലോ. എന്നാലും ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത പ്രവൃത്തി കാണിക്കാൻ ആർക്കാണാവോ മനസ്സ് തോന്നിയത്? നിന്റെ അവന്റെ കൂട്ടത്തിൽപ്പെട്ട ആരെയെങ്കിലും മോക്ക് സംശയമുണ്ടോ? നീ സങ്കടപ്പെടണ്ട. നിനക്ക് നിന്റെ മോളെ തിരിച്ചു കിട്ടൂടി കൊച്ചേ. നീ സമാധാനപ്പെട്. ആ, പിന്നെ മേശപ്പുറത്ത് കഴിക്കാനുള്ളത് കൊണ്ടുവച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കണം കേട്ടോ. എനിക്ക് വേണ്ട ആന്റി, തീരെ വിശപ്പില്ല. അതൊന്നും പറഞ്ഞാ പറ്റില്ല. അത്താഴപ്പട്ടിണി കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ വന്നേ, ഇത്തിരി എന്തെങ്കിലും എടുത്ത് കഴിക്കേ. എങ്കിൽ ഞാൻ കഴിച്ചോളാം, കുറച്ച് കഴിയട്ടെ. ആന്റി പൊയ്ക്കോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ മതി കേട്ടോ. ആ, ഹലോ. ആ ഗൗരി, ആ, താനെന്താ എന്റെ ഫോൺ പ്രതീക്ഷിച്ചിരിക്കായിരുന്നോ? താൻ വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല. ദമയന്തി ആന്റി ഫുഡ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മുടെ വക്കീലിപ്പം വിളിച്ചിരുന്നു. കേസിന്റെ വിധി നാളത്തേക്ക് വെച്ചിരിക്കാന്ന് ഓർമ്മിപ്പിച്ചു. പിന്നെ വക്കീല് ഭയങ്കര പ്രതീക്ഷയില്ല. 99% വിധി നമുക്ക് അനുകൂലമാവുന്ന പുള്ളി പറയുന്നത്. ആ പെരുമാളും പണിക്കരും ഒക്കെയാ എതിർഭാഗത്ത്. പിന്നെ അച്ഛന്റെ ബാങ്കിലെ ഡെപ്പോസിറ്റേഴ്സും. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ശങ്കർ. വക്കീല് ചിലപ്പോ നമുക്ക് ധൈര്യം തരാൻ വേണ്ടി പറഞ്ഞതാവും. ഒന്നുമല്ല, താൻ നോക്കിക്കോ. ഈ വിധി തനിക്ക് ഭാഗ്യം കൊണ്ടുവരുന്നതായിരിക്കും. തനിക്ക് മാത്രമല്ല, എനിക്കും. എനിക്ക് ഭാഗ്യം എങ്ങനെയാണെന്നല്ലേ ഭാഗ്യക്കുറി ഇപ്പം മനസ്സിൽ വിചാരിച്ചത്. അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഏതായാലും സ്വന്തം വീട് തിരികെ കിട്ടുന്ന സ്വപ്നം കണ്ടുകൊണ്ട് താൻ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. പിന്നെ ആ വിധി അനുകൂലമാകാൻ വേണ്ടി മനസ്സിരുത്തി പ്രാർത്ഥിക്കുകയും വേണം കേട്ടോ. ശരിയെന്നാ, കിടന്നോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കാത്തിരുന്നു മോഷണോ? ഏയ് ഇല്ല, ഇവിടെ ഭയങ്കര രസമായിരുന്നില്ലേ? ഞാനും ചേച്ചിയും കൂടെ പാട്ടും ഡാൻസും. എന്തായിരുന്നു ഒരു മേളം. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴെങ്കിലും വരല്ലേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അച്ഛന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ എന്റെ പൊന്നുമക്കൾ ക്ഷമിച്ചേക്കട അച്ഛനോട്. വലിയ ഷെഫായാലും നമ്മുടെ ക്ലബിലെ ശങ്കരേട്ടന്റെ അത്ര വരില്ല. എന്തൊരു കൈപ്പുണ്യം. ഓ, ഒടുക്കത്തെ രുചിയാ. ശരിയാ, ഒടുക്കത്തെ രുചിയാ.
എന്തിനാ സണ്ണിച്ചേട്ടാ ഇതൊക്കെ? മെഡിസിൻ എടുക്കാൻ വേണ്ടി എന്താ എനിക്ക് അസുഖം? അങ്ങനെ പേടിക്കത്തക്ക ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞത് താൻ കേട്ടതല്ലേ? പിന്നെന്തിനാ ഇത് കഴിക്കാൻ താൻ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? അതിന് എനിക്കല്ലല്ലോ ടെൻഷൻ. എന്റെ കാര്യം ഓർത്ത് ഇവിടെ സണ്ണിച്ചേട്ടനും അമ്മച്ചിക്കും ഒക്കെ അല്ലേ. സത്യം പറ സണ്ണിച്ചേട്ടാ, എനിക്ക് ഭ്രാന്താണെന്ന് സണ്ണിച്ചേട്ടന് തോന്നുന്നുണ്ടോ? ചിലപ്പോഴൊക്കെ സണ്ണിച്ചേട്ടൻ എന്നോടുള്ള പ്രവൃത്തിയും പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു പേടി നിങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. അങ്ങനെ എവിടേക്കെങ്കിലും പറഞ്ഞു വിടാനല്ലല്ലോ തന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. നോക്ക് ഗായത്രി, ഈ വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവന്നതിന് പിന്നിൽ എനിക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ആ ലക്ഷ്യങ്ങളൊക്കെ നേടാതെ ഈ വീട്ടിൽ നിന്ന് പോകാമെന്ന് ഗായത്രി ഉദ്ദേശിച്ച പോലും അത് നടക്കുകയില്ല. പിന്നെ തന്നെ ഇന്ന് ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയത് എന്തിനാണെന്ന് ചോദിച്ചാ ഒരു കാര്യമുണ്ട്. ഒരിക്കൽ വല്ലാതെ കലങ്ങി മറിഞ്ഞു പോയതാ തന്റെ മനസ്സ്. ഇപ്പോൾ ഏറെക്കുറെ ശരിയായിട്ടുണ്ടെങ്കിലും ആ കലങ്ങൽ ഇപ്പോഴും പൂർണ്ണമായി തെളിഞ്ഞിട്ടില്ല. സത്യമാണ് ഗായത്രി, താൻ ഇനിയും തിരിച്ചറിയാത്തതും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതുമായ പല കാര്യങ്ങളും തന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പല സത്യങ്ങളും താൻ മനസ്സിലാക്കാതെ പോയത്. ഗായത്രി ഇപ്പൊ ശത്രുവിനെ പോലെ കാണുന്ന ഒരാളില്ലേ, തന്റെ അനിയത്തി. ഈ നിമിഷം വരെ ഗൗരി അവൾക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. അച്ഛൻ്റെ അമ്മയുടെ മരണശേഷം തികച്ചും അനാഥരായി പോയ 2 പെൺകുട്ടികളായിരുന്നു നിങ്ങൾ. അതിൽ ഒരാൾ തന്റെ മനസ്സിന്റെ സമനില തെറ്റി തന്റെ ഭൂതകാലം മുഴുവൻ മറന്നുപോയോളും. വഴി തെറ്റാനും തെറ്റിക്കാനും ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു ഗൗരിക്ക് ചുറ്റും. പക്ഷേ മനസ്സ് കൈവിട്ടുപോയ തന്നെയും കൊണ്ട് കാലിടറാതെ അവൾ നടന്നു. ഒടുവിൽ എന്ത് കാരണം കൊണ്ടാണെന്ന് എനിക്കറിയില്ല, മനസ്സൊരു മലക്കമറിച്ചിൽ നടത്തിയപ്പോൾ താനും അവളെ തള്ളിപ്പറഞ്ഞു. തനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് തൻ്റെ കുഞ്ഞിനെ ആരോടൊരു പരാതിയില്ലാതെ വളർത്താൻ അവൾ തയ്യാറായി. അത് തന്നോട് സ്നേഹമില്ലഞ്ഞിട്ടാ? എടോ, ഗൗരി തന്നോട് കാണിക്കുന്ന ഈ സ്നേഹം എന്നെങ്കിലും താൻ തിരിച്ചറിയണമെന്ന എൻ്റെ പ്രാർത്ഥന. കൂടപ്പിറപ്പുകളുടെ സ്നേഹം കിട്ടാൻ ഭാഗ്യമില്ലാതെ പോയൊരു സഹോദരനാണ് ഞാൻ. എനിക്ക് തൻ്റെ അനിയത്തിയുടെ സ്നേഹം മനസ്സിലാവും. താനതറിയാതെ പോകുന്നത് തൻ്റെ കുഴപ്പം കൊണ്ടല്ല, തൻ്റെ ഇപ്പോഴത്തെ മനസ്സിൻ്റെ പ്രശ്നം കൊണ്ടാ. അത് മാറ്റിയെടുക്കാനാണ് തന്നെ ഞാൻ ഡോക്ടറെ കാണാൻ നിർബന്ധിച്ചതും. അല്ലാതെ താൻ കരുതുന്നത് പോലെ തനിക്ക് ഭ്രാന്താണെന്നുള്ള പേടിയുണ്ടായിട്ടൊന്നുമല്ല. ഡോക്ടർ പറഞ്ഞത് താനും കേട്ടതല്ലേ, ശാന്തമായ ഒരു ഉറക്കം കിട്ടാനുള്ള മെഡിസിനാ താനിപ്പോൾ കഴിച്ചത്, അല്ലാതെ ഭ്രാന്ത് മാറാനുള്ള മരുന്നൊന്നുമല്ല. വാ, ഒന്നും ആലോചിക്കാതെ സുഖമായിട്ടൊന്നുറങ്ങി ചെല്ല്. കിടന്നോളൂ. സുഖമായിട്ട് ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. ഒന്നും അറിയാതെ ഞാൻ അച്ഛനെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. സോറി അച്ഛ. അച്ഛനെ വിഷമിപ്പിച്ച് ഞാനൊന്നും ചെയ്യില്ല. എനിക്കെങ്ങും പോകണ്ട. കരയില്ലടാ, ഇന്ന് അച്ഛന് ഒരുപാട് സന്തോഷമുള്ള ദിവസം. ചേച്ചി, അച്ഛനും അമ്മയും നമ്മളെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് കണ്ടല്ലോ. അവരെ നമ്മളായിട്ട് ഒരിക്കലും സങ്കടപ്പെടുത്താൻ പാടില്ല. ഇല്ല മോളെ.
എന്താമ്മേ, അമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ? ഓരോന്ന് ആലോചിച്ച് കിടന്നിട്ട് ഉറക്കം വന്നില്ല. നോക്കുമ്പോ നീയും ഉറങ്ങിയില്ല എന്ന് മനസ്സിലായി. എന്താ എന്താ എന്റെ മോന് പറ്റിയത്? നിന്നെക്കുറിച്ച് ആലോചിച്ചിട്ട് അമ്മയ്ക്കിപ്പോ ഒരു സമാധാനം ഇല്ലാതായിട്ടുണ്ട്. രുക്കുവിന് എന്തിനാ സമാധാനക്കേട്? ഞാനായിട്ട് ഒരു കുഴപ്പം ഉണ്ടാക്കില്ലെന്ന് അമ്മയ്ക്ക് ഉറപ്പ് തന്നതല്ലേ? അതല്ല, നീ നേരത്തെ പറഞ്ഞ പെൺകുട്ടിക്ക് നിന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു സ്ഥാനം ഉണ്ടെന്ന് എനിക്കൊരു തോന്നൽ. അങ്ങനെ വന്നാ ഇപ്പൊ രുക്കുവിന്റെ ടെൻഷന്റെ കാര്യം എന്താന്ന് എനിക്ക് മനസ്സിലായി. അമ്മ പറഞ്ഞത് ശരിയാ. അവക്ക് ഇപ്പോഴൊന്നല്ല, ഈ ശംഭുവിന്റെ മനസ്സിൽ എന്നും ഒരു സ്ഥാനം ഉണ്ടായിരിക്കും അമ്മേ. സത്യം പറയല്ലോ രുക്കു, അവൾ ഈ വീട്ടില് രുക്കുവിന്റെയും കാത്തുവിന്റെ ഒക്കെ പ്രിയപ്പെട്ടവളായിട്ടുണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട് ഞാൻ. ഒരു പരിധിവരെ ഞാനത് ഉറപ്പിച്ചിരുന്നതുവാ. പക്ഷെ അപ്പോഴേക്ക് അമ്മയും കാത്തുവും ചേർന്ന് ഞാൻ പോലും അറിയാതെ ബാഹുലിന് വാക്ക് കൊടുത്തു പോയില്ലേ. ഇനി ഞാൻ കാരണം അമ്പലമുറ്റത്ത് അമ്മമാരുടെ വാക്ക് തെറ്റിക്കേണ്ടി വന്നാ അത് നിങ്ങൾക്ക് നാണക്കേടാവല്ലേ? ഊണിനൊരു കറി ഉണ്ടാക്കുമ്പോ പോലും ഇവിടെ നിന്റെ ഇഷ്ടമേ ഞാനും അമ്മയും നോക്കിയിട്ടുള്ളൂ. പുറമേ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാക്കുമെങ്കിലും അമ്മയും നിന്റെ കാര്യത്തിൽ ഒത്തിരി ശ്രദ്ധിച്ചിരുന്നു. എന്നിട്ടും ഇങ്ങനൊരു കാര്യത്തിൽ നിന്റെ ഇഷ്ടം ഞങ്ങൾക്ക് മനസ്സിലാകാതെ പോയല്ലോ മോനെ. അതാ ഇപ്പൊ എന്റെ സങ്കടം. നിന്റെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് എങ്ങനെയാടാ ഞങ്ങള്? വേണ്ട, നിന്നെ വിഷമിപ്പിച്ചിട്ട് നിന്റെ കണ്ണ് നിറയിച്ചിട്ട് ഞങ്ങൾക്ക് ഒരാഗ്രഹവും സാധിക്കണ്ട. ഞാൻ പറയാം അമ്മയോട്. എന്തോന്നു അമ്മ ഇത്? രുക്കുവിന്റെയും കാത്തിന്റെയും മനസ്സെന്താണെന്ന് അമ്മ പറഞ്ഞിട്ടാണോ എനിക്ക് മനസ്സിലാകാൻ? അതറിയാവുന്നത് കൊണ്ടല്ലേ അമ്മ എന്റെ താല്പര്യം പോലെ ഒഴിവാക്കി ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. ഇനിയിപ്പോ നിങ്ങളായിട്ട് മാറ്റാൻ ശ്രമിച്ചാലും അത് നടക്കില്ലമ്മേ. പറഞ്ഞില്ലേ, ഇപ്പൊ നിങ്ങളുടെ സന്തോഷം കാണാൻ എന്നെക്കാളും ആഗ്രഹിക്കുന്നത് അവളാ. അതുകൊണ്ട് ഇനി നിങ്ങളായിട്ട് മാറ്റി വെക്കാൻ ശ്രമിച്ചാലും അത് നടക്കില്ല. അവൾ സമ്മതിക്കില്ല രുക്കു. മോനെ, നിന്റെ മനസ്സിൽ ഇത്രയും ഇഷ്ടം തോന്നിയ ആ കുട്ടി ആരാണെന്നെങ്കിലും അമ്മയോടൊന്ന് പറഞ്ഞൂടെ മോനെ? വേണ്ടമ്മേ, അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് മാത്രം രുക്ക അറിഞ്ഞാൽ മതി. അവൾ ആരാണെന്നറിഞ്ഞാ എന്നെങ്കിലും അവളെ കാണാനിടയാൽ പിന്നീട് അമ്മയ്ക്കതൊരു സങ്കടമാവും. അതുകൊണ്ട് ആ കാര്യം അങ്ങ് മറന്നേക്ക്. എന്നോടൊന്നും തുറന്നു പറഞ്ഞില്ലെങ്കിലും അവളുടെ മനസ്സിലും എന്നോട് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സാരമില്ല, ഈ കല്യാണകാര്യം നേരത്തെ അറിഞ്ഞതുകൊണ്ട് പാവം അവളൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. എപ്പോഴോ തോന്നിയൊരിഷ്ടം അങ്ങനെ ഇല്ലാതാവും ഒരിക്കലമ്മേ. പോട്ടതാ, നീ സങ്കടപ്പെടണ്ട. നേരത്തെ പറഞ്ഞ കേസ് ജയിക്കാൻ പറ്റിയ അവൾക്കും ഒരു നല്ല കാലം വരില്ലേ? അപ്പോ ആ കുട്ടിയും പുതിയൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങിക്കോളും. കേസ് ജയിച്ചതുകൊണ്ട് മാത്രം തീരുന്നതല്ലമ്മേ അവളുടെ പ്രശ്നങ്ങള്. ഒന്നിനു പുറകെ ഒന്നായിട്ട് അവളെ അലട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒക്കെ ഒതുക്കിയിട്ട് അവൾക്ക് നല്ലൊരു ജീവിതം അതുണ്ടാവുന്ന ഒരു ഉറപ്പുമില്ലമ്മേ. കാരണം അവൾ അങ്ങനെ ഒരു കുട്ടിയാ. എന്നും മറ്റുള്ളവർക്കായി ഒരുങ്ങി ഒരുങ്ങി ഇങ്ങനെ. അവൾ കൂടെയുള്ളപ്പോ നമുക്ക് ചുറ്റും ഒരു വെളിച്ചമുള്ളതുപോലെയാ. എന്തും ചെയ്യാൻ ഒരു പോസിറ്റീവ് ഫീലിംഗ് കിട്ടും. നീ ഒരാളെ ഇങ്ങനെ പുകഴ്ത്തി ഞാൻ കേട്ടിട്ടില്ല. ഇത് പുകഴ്ത്തലല്ലമ്മേ, സത്യവാത്. അവളുടെ ഉള്ളിലെ നന്മ എന്താണെന്ന് മനസ്സിലാക്കിയ അമ്മയും കാത്തുവും പോലും അവൾ ഇതുപോലെ സ്നേഹിച്ചു തുടങ്ങും.